ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ കാര്യമൊന്നുമില്ല, എന്നത്തെ പോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ചു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു 4th സ്റ്റേജിലുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ഒരു കുട്ടിയുണ്ട്. പിന്നെ വൈഫിനെ കണ്ടാൽ അറിയാം ഷീ ഈസ് വെരി ടയേർഡ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആണ് അവരെന്നെ കാണാനായിട്ട് വന്നത്. അപ്പം അവർക്ക് ടെൻഷനുണ്ട്. അവർ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് മരുന്ന് വാങ്ങാനുള്ള എന്താ പറയുക പൈസ ഇല്ല. അവരുടെ സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാസം ഇത്ര എമൗണ്ട് വെച്ച് അവർക്ക് ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് കുറേ നാളത്തേക്ക് അവർക്ക് ക്യാഷ് വേണം. അപ്പം പുള്ളിയായിരുന്നു അവരുടെ ഏക ആശ്രയം. അവർക്കോ ഒരു ജോലിയോ ഒന്നുമില്ല. വെരി അപ്സെറ്റ്. അപ്പം എൻ്റെ അടുത്ത് അവരിങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി ഫൈനലി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും റെഡിയായി. പക്ഷെ അവർക്ക് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടെന്ന ടെൻഷനും ഉണ്ട്. അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ ഇവർ ടെൻഷൻ അടിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഓക്കെ എല്ലാം റെഡിയായി, എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇനി നിങ്ങൾക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട, മെഡിസിൻസൊക്കെ കൃത്യമായിട്ട് കിട്ടും, എല്ലാ മാസം എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പോകാൻ നേരത്തെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചുരുട്ടി പിടിച്ച കുറച്ച് നോട്ട്സ് എടുത്ത് കയ്യിൽ വെച്ച് തരികയാണ്. മോളെ പെട്ടെന്ന് ഞാൻ ഷോക്കായി. കാരണം ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഒരു ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മളൊരു പോളിസീസിൻ്റെ ഭാഗമാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും, നമുക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യലി എത്ര വേണമെങ്കിലും നമുക്ക് ക്യാഷ് ഉണ്ടാക്കും. പക്ഷെ നമുക്കൊരു എത്തിക്സ് ഉണ്ട്. നമ്മളൊരു ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില സത്യസന്ധതകളുണ്ട്. അപ്പം ഞാൻ അതുപോലെ തിരിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് ഭയങ്കര അരമണിക്കൂറോളം ഞാൻ ടെൻഷനിലായിപ്പോയി. അതെന്ത് ഇവരിങ്ങനെ ചിന്തിച്ചത്? അവരപ്പോൾ ഇത്രയും നേരം ടെൻഷൻ അടിച്ചത് എനിക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഇത്ര ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്ന്. എവിടുന്നോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു 200 മണീസാണെന്നോ ഇങ്ങനെ അവർ മാഡത്തിന് പേയ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവരിൽ നിന്ന് പൈസ വാങ്ങുക എന്ന് പറയുന്നത് ആൻറ്റി ബ്രൈബറിയിൽ വരും. എന്തെങ്കിലും ഇതൊരു എന്താ പറയുക ലോയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു നമ്മൾ വർക്കിംഗ് എത്തിക്സാണ്. എന്തെങ്കിലും ബ്രൈബ്സ്, ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും അവർ മണിയൊക്കെ ഓഫർ ചെയ്യാം, അതൊന്നും നമ്മൾ വാങ്ങാൻ പാടില്ല. പിന്നെ നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നതുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് എന്ന ലൈഫിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ടീംസാണ് അവരെ നമ്മളൊരിക്കലും പിന്നെയും വേദനിപ്പിക്കാൻ പാടില്ല. നമ്മളൊരു ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പം എല്ലായ്പ്പോഴും നമുക്ക് ഉള്ളിലൊരു ഇമോഷൻസ് കീപ്പ് ചെയ്യണം. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഇപ്പം ഒരുപാട് പ്രോബ്ലംസ് സൊസൈറ്റിയിൽ വരുമ്പം മിക്കപ്പോഴും എല്ലാവർക്കും പണം വേണമെന്നൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷേ പണത്തിനും അപ്പുറത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ജീവിക്കാനും പണം വേണം എന്ന് കരുതി മറ്റൊരാളുടെ ഇതിൽ നിന്നല്ല നമ്മൾ സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം. സ്വന്തമായിട്ട് അധ്വാനിക്കണം, സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. നമുക്ക് നാളേക്ക് നമ്മളിതൊന്നും 1 രൂപ പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നാളെ നമ്മളും അവരെ സ്ഥാനത്ത് വരില്ലെന്നും പറയാൻ പറ്റത്തില്ല. ഒരു നിമിഷം മതി, ഒരു ഹെൽത്ത് ഇഷ്യൂസ് മതി നമ്മുടെ മുഴുവനും സ്വത്തുക്കളും സമ്പാദ്യവും നഷ്ടപ്പെടാൻ. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് അവെയറാണ്. കോടിയല്ല എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈശ്വരൻ്റെ കയ്യിലാണുള്ളത്. സോ ദിസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവിതം. ഞാൻ പറഞ്ഞു വരുന്നത്, വി കീപ് സം വാല്യൂസ്. കള്ളങ്ങൾ കാണിക്കാതെ സത്യസന്ധമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു ഗുഡ് തോട്ട്സ് ആയിട്ട് നിങ്ങളിത് എടുക്കണം. കാരണം ഇതെൻ്റെ ലൈഫിൽ നിന്ന് നടന്ന ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അപ്പം നാളെ കാണാം. ബൈ.